ഹായ് ഹലോ. ഇത് 3 പേരും ഇട്ടി വെച്ച് ഫുഡ് കഴിക്കുന്നത് കണ്ട. ഇതാരുടെ ഫുഡാണെന്നറിയാവോ? സുന്ദരൻ്റെ. അവനെ ഞാൻ പെഡിഗ്രി പൊടിച്ച് ഇവന്മാർക്ക് 3 പേർക്കും അപ്പുറത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് കാലിയാക്കിയിട്ട് വന്ന് പാവം സുന്ദരൻ കഴിച്ചുകൊണ്ടിരുന്ന അവനെ തട്ടി മാറ്റി അവൻ്റെ പാത്രം ഇത് പൊടിക്കാത്തതാണ് കേട്ടോ. അവർ പൊടിക്കാത്ത ഇപ്പം എല്ലാ ഫുഡും കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് ഫുഡൊക്കെ. പിന്നെ നമുക്ക് മറ്റേ ബോൺ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കാൽസ്യത്തിൻ്റെ. അത് ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടമാണ്. കുറേ നേരം കടിച്ചിരിക്കാമല്ലോ. അത് ആ സുന്ദരന്മാർക്ക് അയച്ചു തന്നതായിരുന്നു. അതിന് മൊത്തം അവർക്ക് അത്ര പിടുത്തിയില്ല. അവർ അവിടെ ഇവിടെയൊക്കെ കടിച്ചിടുവാണേ. അതിപ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 ടിന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടിന്നേ തീർന്നിട്ടുള്ളായിരുന്നു. രണ്ടാമത്തെ ടിന്നിൽ നിന്ന് ഇന്നലെ 3 പേർക്ക് ഓരോന്ന് കൊടുത്തിട്ട് അതൊക്കെ ഇരുന്ന് കടിച്ച്. ഇപ്പം എത്ര ഫുഡ് കഴിച്ചാലും മതിയാകത്തില്ല കേട്ടോ. ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് വേണം. അപ്പോൾ അവർക്ക് വെച്ച് കൊടുത്താണ് അപ്പുറം ഇരിക്കുന്നത്. എന്താ കുരുപ്പിൻ്റെ വയറൊക്കെ ഇരിക്കണ കണ്ട. ഫുള്ള് നിറഞ്ഞിരിക്കുക. എന്നാലും പോരാ, അവർക്ക് പിന്നെയും വേണം. ഞാൻ പറഞ്ഞ് വഴക്കിട്ടിട്ടൊക്കെ ഇരിക്കുക. വഴക്കിട്ടാലും മനസ്സിലാകും. 3 പേരും കൂടെ ഒരേപോലെ എന്താ പാവം. അവൻ പിന്നെ കളിയും മേളമൊക്കെ ആയിട്ട് അവരോട് അവൻ മാറിക്കൊടുക്കും കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും. മാറില്ലെങ്കിലും കാര്യമൊന്നുമില്ല, തട്ടി മാറ്റും കേട്ടോ. ഭയങ്കര സാമർത്ഥ്യമാണ് 3നും കണ്ടോ. അത് പാവം മാറിക്കിടന്നു. പിന്നെ കറുമ്പനുണ്ടല്ലോ, അവൻ നമ്മുടെ ഏരിയയിലോട്ട് എടുക്കത്തില്ല. ഈ ഏരിയയിലോട്ട് അവൻ ഇപ്പോൾ പുതിയ കമ്പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പേരും കൂടി ഭയങ്കര കമ്പനിയാണ്. നമ്മുടെ ഹംസിയില്ലേ, ഹംസിയും സുന്ദരനും കൂടെ അത് നോക്കി കിടക്കുകയാണ്. ശർമ്മക്കുട്ടൻ ഹംസീനെ അഴിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കുക. അപ്പോഴേക്കും ചെന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച്, അമ്മ ഇത് കണ്ടാമ്മ 2 പേരും കൂടി ഭയങ്കര കളിയും മേളമാണ്. ഭയങ്കര പുരാണമൊക്കെയാണ്. ചെവിയിലൊക്കെ ചെന്ന് എന്തോ പറയണതാണ്. അപ്പം ശരി, പിന്നെ കാണാം.